ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ്റെ റെസിപ്പി നോക്കാം. ഇനി ചിക്കൻ കഴുകി വേറെ വെച്ചിട്ട് അത് നന്നായി ഇങ്ങനെ കുത്തി കൊടുക്കുക. ഒന്നെങ്കിൽ ടൂത്ത് പിക്കായിട്ടോ അല്ലെങ്കിൽ ഫോക്കായിട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി, മുളകും പൊടി, കുരുമുളക് പൊടി. ഇത് വെറും വെളുത്തുള്ളിയും പെരിഞ്ചീരകം മാത്രം ചതച്ചതാണ്. പിന്നെ ഗരം മസാല, പിന്നെ മറ്റേ കസൂരി മേത്തി, ഉപ്പ്, പിന്നെ കുറച്ച് പുളിയില്ലാത്ത തൈരും കൂടി ഒഴിച്ച് നന്നായി കുഴച്ച് കൊടുക്കുക. നന്നായി തിരുമ്പി കൊടുക്കുക. നമ്മൾ ആ കുത്തിയ കാരണം അതിലേക്ക് നന്നായി മസാല ഇറങ്ങിക്കോളും. വേണമെങ്കിൽ നന്നായി ചെറിയ പീസ് ആക്കണമെങ്കിൽ ആക്കാം. എന്നിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഒരു അരമണിക്കൂർ. പറ്റുവെച്ചാൽ അത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി നന്നായി മസാല പിടിക്കും. അതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ കുറച്ച് സബോളയും വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അത് ഇതുപോലെ തന്നെ നന്നായി ബ്രൗൺ ആവണമെന്നില്ല. ഒരു ഗ്ലാസിൻ്റെ ഷെയ്ഡ് വരുമ്പോൾ തന്നെ നമുക്കത് അടുത്ത മസാല ഇടാവുന്നതാണ്. അപ്പോൾ ആദ്യം ആ സബോളയ്ക്ക് ആവശ്യത്തിന് മാത്രം ഉപ്പിടുക. നമ്മൾ ചിക്കനിൽ ഓൾറെഡി ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സബോളയ്ക്കുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതി. അതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. അതിൽ ഈ നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടില്ല ചിക്കൻ മസാല, ഞാൻ ഈസ്റ്റേൺ ചിക്കൻ മസാലയാണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് മസാല വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് മൂത്ത് വരുമ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ അതിലിട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. എല്ലാ ചിക്കനും അതിലിട്ടിട്ട് നന്നായി ഇളക്കിയിട്ട് നമ്മൾ അതിൽ വെള്ളം തീരെ ഒഴിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ചിക്കൻ തന്നെ നന്നായിട്ട് വെള്ളം വരും. അതുകൊണ്ട് നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അത് നന്നായി ആ മസാലയിൽ പരട്ടിയിട്ട് നമുക്ക് മൂടി വയ്ക്കുക. മൂടിയിട്ട് വേവിക്കാൻ വയ്ക്കുക. ഞാൻ കുറച്ചും കൂടി ടേസ്റ്റ് എനിക്ക് ഇതിൽ തേങ്ങകൾ ഭയങ്കര ഇഷ്ടമായി. കാരണം തേങ്ങാക്കൊത്ത് ഇട്ടുണ്ട്. താല്പര്യമുള്ളവർ തേങ്ങാക്കൊത്ത് ഇടാം, വേണ്ട എന്നുള്ളവർക്ക് തേങ്ങാക്കൊത്ത് ഇടേണ്ട ആവശ്യമില്ല. ഇത് ഒന്നും കൂടി ഈസി ആയിട്ട് പെട്ടെന്നാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കുക്കറിൽ ഇതുപോലെ എണ്ണ ഒഴിച്ചിട്ട് സബോളയും ചിക്കൻ മസാലയും ഇട്ടിട്ട് വഴറ്റിയിട്ട് ഈ ചിക്കൻ ഇട്ടിട്ട് ഒരു വിസിലടിച്ച് വേവിക്കാവുന്നതാണ്. ഒരു വിസിലടിച്ചാൽ മതിയാവും. എന്ന് വെച്ചാൽ നമ്മൾ തൈരിട്ട കാരണം പെട്ടെന്ന് വേവും ചിക്കൻ. കുക്കറിലാകുമ്പോൾ പിന്നെ പറയും വേണ്ട, പെട്ടെന്ന് വേവും. ഒറ്റ വിസിലടിച്ചാൽ മതിയാവും. ഇതിപ്പോൾ ഞാൻ ചീഞ്ചട്ടിയിൽ അടുപ്പത്താണ് വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വെള്ളം വറ്റാൻ കുറച്ച് ടൈം എടുക്കും. നമുക്ക് നേരമില്ല, പെട്ടെന്നാണ് ആവേണ്ടത് വെച്ചാൽ അത് കുക്കറിൽ ഒറ്റ വിസിലിൽ ഇതുപോലെ തന്നെ കുക്കറിൽ വഴറ്റിയിട്ട് സബോള വഴറ്റിയിട്ട് ഒറ്റ വിസിലടിച്ചിട്ട് നമുക്ക് ഓഫാക്കാം. ഇത് തീ നല്ലോണമുള്ള കാരണമാണ് നന്നായിട്ട് അതിനിങ്ങനെ പുക വന്നുകൊണ്ടിരിക്കണം. പിന്നെ അതിൽ തന്നെ വെള്ളം അതിൻ്റെ തന്നെ വെള്ളം വന്നു. പിന്നെ ആ വെള്ളം വറ്റിച്ചു. ഇപ്പോൾ ഒരുവിധം സെറ്റായി. ചിക്കൻ നന്നായി വെന്തു, വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയി. നമ്മൾക്ക് ചോറിൽ പരിപ്പ് കൂട്ടാനോ അല്ലെങ്കിൽ സാമ്പാറോ അങ്ങനെ എന്തെങ്കിലും കൂട്ടിയിട്ട് അതിൻ്റെ കൂടെ ഈ സൈഡ് ഡിഷായിട്ട് വെച്ച് കഴിക്കാൻ ബെസ്റ്റ് സാധനമാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. താങ്ക് യു.